ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഥയുടെ അവസാനം ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറയാമോ? അതിനായി കഥ ശ്രദ്ധിച്ചു കേൾക്കണം. തയ്യാറാണോ? ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ 5 കൂട്ടുകാർ ഉണ്ടായിരുന്നു. മുയൽ, കരടി, ആമ, മൂങ്ങ, പിന്നെ ഒരു തവളയും. അവധിക്കാലമായതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു വിനോദയാത്ര പോകാൻ തീരുമാനിച്ചു. വിനോദയാത്ര പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എവിടേക്ക് പോകും? ഈ കാട്ടിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ? അത് ശരിയാ, നമ്മൾ ഈ കാട്ടിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. ഒരു യാത്രയാകുമ്പോൾ പുതിയ ഏതെങ്കിലും സ്ഥലമാകണ്ടേ? കണ്ട സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ എന്താ ഒരു രസം. കൂട്ടുകാരെ, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടണ്ട. നമുക്ക് അടുത്ത കാട്ടിലേക്ക് പോകാം. നമ്മുടെ മഴവിൽ പുഴ കടന്നാൽ അടുത്ത കാട്ടിലെത്താം. അതിന് ആ കാട്ടിൽ കാണാൻ പാകത്തിന് ഭംഗിയുള്ള എന്തെങ്കിലും ഉണ്ടോ? പോകുന്നത് വെറുതെ ആകരുതല്ലോ. ഓ, ഞാനവിടെ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കാടാണ്. നിറയെ മരങ്ങൾ, സുന്ദരമായ നിറങ്ങളിലുള്ള പൂക്കൾ, വർണ്ണശലഭങ്ങൾ, മഞ്ഞുമൂടിയ മലനിരകൾ, അങ്ങനെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആഹാ, അത്ര സുന്ദരമായ കാടാണോ? എന്നാൽ എന്തായാലും നമുക്ക് പോകാം. എല്ലാവരും കൂടി മഴവിൽ പുഴയുടെ അരികിലെത്തി. അപ്പോഴല്ലേ പ്രശ്നം, പുഴ കടക്കാനുള്ള പാലം പൊട്ടിക്കിടക്കുന്നു. എല്ലാവർക്കും സങ്കടമായി. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? യാത്ര പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും വെറുതെ ആയി. ഷോ, നമുക്കിത് ചാടിക്കടന്നാലോ? ഓ, അതൊന്നും പറ്റില്ലെന്നേ. ഇത് വലിയ പുഴയല്ലേ, ഇത് ചാടിക്കടക്കാനൊന്നും പറ്റില്ല. ഓ, ഇനി നമ്മൾ എന്തു ചെയ്യും? തിരിച്ചു പോകാം, അതാണ് നല്ലത്. ഇത് കേട്ട മൂങ്ങ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാലമുണ്ടാക്കിയാലോ? അതുകൊണ്ട് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഗുണമുണ്ടാകും. കാര്യമൊക്കെ ശരി, പക്ഷേ ഒരു പാലം ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? നമുക്ക് എല്ലാവർക്കും പലതരം കഴിവുകളുണ്ട്. എല്ലാവരും ചിന്തിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. മൃഗങ്ങളെല്ലാവരും അവരവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല വേഗത്തിൽ ഓടാനും ചാടാനും ഒക്കെ പറ്റും. പാലമുണ്ടാക്കാൻ മരത്തടികൾ കൂട്ടിക്കെട്ടാൻ വള്ളികൾ വേണ്ടേ? അത് ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. ഞാൻ പാലമുണ്ടാക്കാൻ വേണ്ട മരത്തടികൾ കൊണ്ടുവരാം. എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്. എന്നാൽ ഞാൻ മരങ്ങളും വള്ളികളും എല്ലാം കൂട്ടിക്കെട്ടാം. അത് നല്ല ക്ഷമയോടെ സാവധാനം സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ്. അത് എനിക്ക് സാധിക്കും. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? ഞാൻ വെള്ളത്തിലിറങ്ങി പാലം കെട്ടാൻ എവിടെയാണ് നല്ല സ്ഥലം എന്ന് കണ്ടുപിടിക്കാം. മരത്തടികൾ അതാത് സ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്യാം. മൂങ്ങ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മുൻപിലുണ്ടായിരുന്നു. അങ്ങനെ മൂങ്ങച്ചാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാവരും കൂടെ ഒരു ഉറപ്പുള്ള പാലം നിർമ്മിച്ചു. അടുത്ത കാട്ടിൽ പോയി വിനോദയാത്ര അതിഗംഭീരമാക്കി. കൂട്ടുകാരെ, ഈ മുയലിനെയും മൂങ്ങയെയും തവളയെയും ആമയെയും കരടിയെയും പോലെയല്ലേ നമ്മൾ ഓരോരുത്തരും? എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളും ശക്തികളുമാണ് ഉള്ളത്. അത് തിരിച്ചറിയുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ചോദ്യങ്ങൾക്കായി എല്ലാവരും തയ്യാറല്ലേ? എൻ്റെ ആദ്യത്തെ ചോദ്യം,
ഈ കഥ 5 കൂട്ടുകാരുടെ കഥയാണ്. ഈ കഥയിൽ ഒരു പക്ഷിയുണ്ട്. ഏതാണ് ആ പക്ഷി? എല്ലാവരും ആലോചിച്ച് ഉത്തരം പറയണം. അതേ, ശരി ഉത്തരമാണ് മൂങ്ങ. അടുത്ത ചോദ്യം. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന 2 ജീവികൾ ഈ കഥയിലുണ്ട്. ആരാണവർ? ശരി ഉത്തരം ആമയും തവളയും. അടുത്ത ചോദ്യം. ഒരു പുഴ കടന്നാലാണ് അടുത്തുള്ള കാട്ടിൽ എത്താൻ പറ്റുന്നത്. എന്താണ് ആ പുഴയുടെ പേര്? ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും ഉത്തരം കിട്ടും. അതേ, ആ പുഴയുടെ പേരാണ് മഴവിൽ പുഴ. ശരിയായ ഉത്തരം പറഞ്ഞ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.